I also want to say this. I know how much fear you will be holding inside of you. I really do. And so, on behalf of our country, I express my solidarity, but also my sadness. നമസ്കാരം സുഹൃത്തുക്കളെ. ബ്രിട്ടനിൽ PR ലഭിക്കണം എന്ന സ്വപ്നം കാണുന്ന മലയാളികളടങ്ങുന്ന ആയിരക്കണക്കിന് വിദേശികൾക്ക് തലയിൽ ഇടുത്തി വീണ പോലെ ഒരു സംഭവമായി മാറിയോ കഴിഞ്ഞ ദിവസം UK നടന്ന സിനഗോഗ് ആക്രമണം? ഇപ്പോൾ വലിയൊരു ചോദ്യമാണ് അവരുടെ മുമ്പിൽ ഉയരുന്നത്. തങ്ങളുടെ PR മോഹം ഇനി വെറും സ്വപ്നമാകുമോ? കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്ററിലെ ഒരു ജൂതപ്പള്ളിയിൽ നടന്ന ക്രൂരമായ ആക്രമണം UK കുടിയേറ്റ അഭയാർത്ഥി നയങ്ങളിൽ വീണ്ടും മാറ്റങ്ങൾ ദ്രുതഗതിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഞാൻ ആ സംഭവം പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. മാഞ്ചസ്റ്ററിലെ ഹീറ്റോൺ പാർക്ക് സിനഗോഗിലാണ് ഈ ആക്രമണം നടന്നത്. 35 വയസ്സുകാരനായ സിറിയൻ വംശജനായ ഒരു ബ്രിട്ടീഷ് പൗരൻ ആദ്യം തന്നെ കാർ ആളുകളുടെ ഇടയിലേക്ക് ഓടിച്ചു കയറ്റുകയും തുടർന്ന് കത്തിയുമായി ആക്രമണം നടത്തി 2 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പോലീസ് ഉടൻ തന്നെ ഇയാളെ വെടിവെച്ചു കൊന്നു. ഈ വ്യക്തി 16-ാം വയസ്സിലാണ് ബ്രിട്ടനിലെത്തിയത്. എന്നാൽ 2006-ൽ തന്നെ ഇയാൾക്ക് ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ചിരുന്നു. അയൽക്കാരോടൊന്നും കൂടുതലൊന്നും ബന്ധമില്ലാതെ ജീവിച്ചിരുന്നയാൾ എങ്ങനെയാണ് ഇത്തരമൊരു തീവ്രവാദത്തിലേക്ക് വഴുതി വീണത് എന്ന് ഇപ്പോഴും അന്വേഷണ വിധേയമാണ്. ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പറയുന്നത് ജൂതന്മാരെ ലക്ഷ്യമിട്ട് നടത്തിയ ഇസ്ലാമിക് തീവ്രവാദ ആക്രമണം ആണ് ഇതെന്നാണ്. ഈ സംഭവം സാധാരണ ഒരു ക്രിമിനൽ കേസ് മാത്രമല്ല. UK താമസിക്കുന്ന വിദേശികൾക്ക് എത്രത്തോളം വിശ്വാസ്യത കുറയുന്നതിന് ഇത് വലിയൊരു കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ തെറ്റ് ആയിരക്കണക്കിന് വിദേശികൾക്ക് തിരിച്ചടിയാകും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സിനഗോഗിൽ നടന്ന അറ്റാക്ക്. അതുകൊണ്ടാണ് PR സംവിധാനം ഇറ്റ്സെൽഫ് വീണ്ടും ഒരു ചോദ്യചിഹ്നമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞത് മാഞ്ചസ്റ്റർ പോലെയുള്ള നഗരങ്ങൾ വിദ്വേഷത്താൽ വിഭജിക്കപ്പെടില്ല എന്നാണ്. പക്ഷേ സുരക്ഷാ കാരണങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കണമെന്ന അഭിപ്രായം ഇപ്പോൾ ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ വരെ ബ്രിട്ടനിൽ PR ലഭിക്കാൻ വേണ്ടിയിരുന്ന കാലയളവ് വെറും 5 വർഷം മാത്രമായിരുന്നു. അതായത് അതിന്റെ അർത്ഥം നമ്മൾ ഈ രാജ്യത്ത് വന്ന് വർക്ക് പെർമിറ്റിൽ 5 കൊല്ലം ജോലി ചെയ്ത് രാജ്യത്തിന് നല്ല രീതിയിൽ സംഭാവന ചെയ്തു വന്നാൽ നമുക്ക് PR ലഭിക്കാൻ ഒരു തടസ്സവും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ആ 5 വർഷം എന്നത് 10 വർഷത്തേക്ക് ഉയർത്തുക എന്നതാണ്. അതിന് പല കാരണങ്ങളും സർക്കാർ പറയുന്നുണ്ട്. PR കാലാവധി നീട്ടാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന പ്രധാന 5 ഘടകങ്ങൾ ഞാൻ ഇവിടെ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതായത് ഒന്നാമതായി അവർ പറയുന്നത് സുരക്ഷാ ഭീഷണികൾ തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്ററിലെ സിനഗോഗ് ആക്രമണം പോലുള്ള സംഭവങ്ങൾ സർക്കാരിന് ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ്. പൗരത്വം കിട്ടിയവരും പിന്നീട് ഭീകരവാദത്തിലേക്ക് വഴുതി വീഴുന്നു എന്നത് ബ്രിട്ടനെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. രണ്ടാമതായി ജാതി വിരുദ്ധ അല്ലെങ്കിൽ മതവിരുദ്ധ സംഘർഷങ്ങൾ, ജൂത വിരുദ്ധതയും പലസ്തീൻ പ്രക്ഷോഭങ്ങളും ഉയരുമ്പോൾ സർക്കാർ PR നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയമായി വളരെ സുരക്ഷിതമാണ് എന്നാണ് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ കരുതുന്നത്. ഇനി മൂന്നാമതായി പറഞ്ഞാൽ പൊതുജന സമ്മർദ്ദം. അതായത് ബ്രിട്ടീഷ് ജനങ്ങൾക്ക് എപ്പോഴുമുള്ളൊരു പരാതിയാണ് വിദേശികൾ തങ്ങൾക്ക് ലഭിക്കേണ്ട ജോലിയും വീടുകളും പിടിച്ചടക്കുന്നു എന്നത്. ഇത് അവരുടെ ഭാഗത്തും ചിന്തിച്ചാൽ വളരെ സത്യമാണ്. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ നാട്ടിൽ ബീഹാറിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ നിന്നും കേരളത്തിലേക്ക് ജോലിക്കായി വരുന്നവർ നമ്മുടെ ജോലി സാധ്യതകൾ തട്ടിയെടുക്കുന്നു എന്ന് നമ്മൾ പരാതിപ്പെടുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് പൗരന്മാരായ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഏറ്റവും വലിയ പരാതി. തങ്ങൾക്ക് ലഭിക്കേണ്ട ജോലികൾ, തങ്ങൾക്ക് ലഭിക്കേണ്ട വീടുകൾ അതെല്ലാം വിദേശികൾ തങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുകയാണ് എന്നാണ് അവരുടെ പ്രധാന പരാതി. അതിൻ്റെ പ്രധാനമായ കാരണം അവർ പറയുന്നത് ഇങ്ങനെ PR-ഉം പൗരത്വവും വിദേശികൾക്ക് ധാരാളമായി കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നത് തന്നെയാണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന ജോലിക്കാർ ഇവിടെയുണ്ട്. അവരെല്ലാം വന്ന് 1-2 വർഷം കഴിയുമ്പോൾ ഉയർന്ന തസ്തികയിലേക്ക് അവർക്ക് ജോലി കയറ്റം ലഭിക്കുന്നതും ഇവരെ കൂടുതൽ നിരാശരാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു എഞ്ചിനീയറോ ഒരു നേഴ്സോ UK വന്ന് അവർ 1-2 വർഷം കഴിയുമ്പോൾ അവരുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെ അവർ ഉയർന്ന തസ്തികയിലേക്ക് അറിയാതെ തന്നെ കയറും. ഇത് തീർച്ചയായും നിരാശനാക്കുന്നത് ഇവിടുത്തെ പൗരന്മാരെ തന്നെയാണ്. തങ്ങൾക്ക് ലഭിക്കേണ്ട സ്ഥാനങ്ങൾ വിദേശികൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇവർ അവരുടേതായ ഭാഷയിൽ എപ്പോഴും പരിഭവം പറയുന്നത്.
അതുമാത്രമല്ല, ദിനം പ്രതി ബ്രിട്ടനിലെ തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പൗരന്മാർക്ക് തൊഴിൽ ലഭിക്കാതെ വിദേശികൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനെ നിശിതമായി ഇവിടുത്തെ പൗരന്മാർ വിമർശിക്കുന്നുമുണ്ട്. അതുകൊണ്ട് വിദേശികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യത UK ലഭിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പൗരന്മാർ രോഷാകുലരാണ്. ഈ രോഷം അധികമായാൽ സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അത് ബാധകമാവും എന്നുള്ളത് കൊണ്ട് സർക്കാർ ഇതിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് സത്യം. PR കാലാവധി ഉയർത്തണം എന്ന് സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന വാദത്തിന് കൂടുതൽ ശക്തി നൽകുന്ന മറ്റൊരു പ്രധാന കാരണമാണ്, അല്ലെങ്കിൽ നാലാമത്തെ കാരണമായി പറയുന്നതാണ് ഇവിടുത്തെ സാമ്പത്തിക സമ്മർദ്ദം തന്നെ. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോയിന്റുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് ഇവിടുത്തെ ജോലി സാധ്യത, വിദേശികൾ മുഴുവൻ ജോലിയും കൊണ്ടുപോകുന്നു. വിദേശികൾ ഒരു ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ അതിന്റെ ഉയർന്ന തസ്തികയിലേക്ക് അവർ പ്രൊമോഷൻ നേടി മുൻപോട്ട് പോകുന്നു. എന്നാൽ ഒരു വിദേശിക്ക് ഒരു ജോലി ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷം ആ ജോലി അവർ തുടരുന്നു. എന്നാൽ ഇവിടുത്തെ ബ്രിട്ടീഷുകാർ അങ്ങനെയല്ല. അവർക്കൊരു ജോലി കിട്ടി 1 വർഷം 2 വർഷം കഴിയുമ്പോൾ അവർ ജോലി മടുത്ത് മറ്റൊരു ജോലിയിലേക്ക് പോകുമ്പോൾ അവിടെ വീണ്ടും സാധ്യത ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഒരു മലയാളിക്കോ ഒരു ഇന്ത്യനോ ഒരു ജോലി ലഭിച്ചാൽ അവർ അവരുടെ സാമ്പത്തിക ഭദ്രത എല്ലാം ശരിയാക്കി ഈ രാജ്യത്ത് തുടരാൻ ആ ജോലിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. അതും പറഞ്ഞിട്ട് അവർക്ക് ഇവിടെ ലഭിക്കുന്ന ഈ വരുമാനം തീർച്ചയായും അവർ കൂടുതൽ ചെലവാക്കുന്നത് സ്വന്തം രാജ്യത്തേക്കായിരിക്കും. ഈ രാജ്യത്തിന് അതിന്റെ പ്രയോജനം കിട്ടുന്നുമില്ല. അങ്ങനെ വരുന്ന സാമ്പത്തിക സമ്മർദ്ദം ഈ രാജ്യത്ത് ഇപ്പോൾ കൂടുതലാണ്. ഇനി അഞ്ചാമതായി PR കാലാവധി വർദ്ധിപ്പിക്കണം എന്ന് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാരണം മറ്റൊന്നുമല്ല, മുൻകാല കുടിയേറ്റ നയങ്ങളാണ്, അല്ലെങ്കിൽ നിയമങ്ങളാണ്. നമുക്കറിയാം, പണ്ടൊക്കെ ബ്രിട്ടനിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 5 വർഷം കഴിയുമ്പോൾ അയാൾക്ക് തീർച്ചയായും അവർക്ക് PR ആകാം, അതിനുശേഷം ഇവിടുത്തെ പൗരനാകാം. എന്നാൽ ഇപ്പോൾ ആ നിയമങ്ങൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ മാറ്റണം. ഇങ്ങനെ PR കാലാവധി വർദ്ധിപ്പിക്കണം, ഇവിടുത്തെ പൗരന്മാരെ മാത്രം മതി, അല്ലെങ്കിൽ വിദേശികളെ പൗരനാക്കണ്ട എന്ന വാദങ്ങളൊക്കെ ഒരുപാട് വരുന്നതിന് കാര്യം അവർക്ക് ലഭിക്കേണ്ട ജോലിയും റിസോഴ്സും അവർക്ക് ലഭിക്കുന്നില്ല എന്ന വലിയൊരു കാര്യമാണ്. തീർച്ചയായും ആ കാര്യങ്ങൾ വളരെ ഡിബേറ്റിനുണ്ട്, ചർച്ചയ്ക്കുണ്ട്. പക്ഷെ ഇവിടെ പ്രധാനമായും നമ്മൾ അറിയേണ്ട കാര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, നാളെ എന്താകുമെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലരും ചോദിക്കുന്നത് ഇതിപ്പോൾ NHS ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന നല്ല ഹൈ സ്കില്ലുള്ള ആൾക്കാർക്കും ഈ നിയമങ്ങളൊക്കെ ബാധകമാകുമോ എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് 100% പറയാം, ഇത് നേഴ്സുമാർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാധകമല്ല. ആ നേഴ്സുമാർ അവർ സ്കിൽ സ്കോളേഴ്സ് ആണ്. അവർക്ക് 5 വർഷം കഴിയുമ്പോൾ തീർച്ചയായും പഴയ പോലെ തന്നെ അവർക്ക് PR ലഭിക്കാൻ ഒരു തടസ്സവും ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പുതിയ അറ്റാക്കും പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ചർച്ചകൾ വീണ്ടും ഉണ്ടാകുമ്പോഴും നേഴ്സസിന്റെ കാര്യത്തിൽ അത് ബാധകമാകത്തില്ല എന്നൊരു സന്തോഷ വാർത്ത ഇപ്പോഴുണ്ട്. പക്ഷെ ഭാവിയിൽ അത് എന്താകും എന്നുള്ളതും ക്വസ്റ്റ്യൻ മാർക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇപ്പോൾ UK ഉള്ളവരും, അല്ലെങ്കിൽ നാളെ UK വന്ന് ഒരു ജോലി തേടി ജീവിതം കരിപ്പിടിപ്പിക്കാനും, അല്ലെങ്കിൽ ഇവിടെ വന്ന് പഠിച്ച് നല്ല ബിരുദം തേടി ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ജോലിക്കായി പോകാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരിക്കലും നമ്മുടെ രാജ്യമല്ല, ഇത് മറ്റൊരു രാജ്യമാണ്. അവർക്ക് അവരുടേതായ സംസ്കാരവും അവരുടേതായ രീതികളും ഒക്കെ ഉണ്ട്. നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ ശീലങ്ങളും അവരെ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ആരും ശ്രമിക്കരുത്. അതായത് ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ അത് ബാധിക്കുന്നത് എന്നെയോ എൻ്റെ കുടുംബത്തെയോ മാത്രമല്ല, ഞാൻ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യ എന്ന വലിയൊരു രാജ്യത്തെയാണ്. നാളെ UK വന്ന് ജീവിതം കരിപ്പിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ടാവും. അതുപോലെ തന്നെ വർഷങ്ങളായി ഇവിടെ ഒരു PR മോഹമായി കാത്തുകെട്ടി കിടക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് എൻ്റെ ഒരു തെറ്റ് കാരണം ഈ ബ്രിട്ടീഷുകാരുടെ വിശ്വാസം കുറഞ്ഞാൽ നാളെ അവരുടെയും ചിലപ്പോൾ എൻ്റെയോ തന്നെ ഭാവി ഇരുട്ടടയും എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഈ അവസരത്തിൽ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ പറഞ്ഞതുപോലെ ഭാവിയിൽ PR നേടാൻ വേണ്ടത് വർഷങ്ങളുടെ കഠിനാധ്വാനവും സ്പോട്ട്ലെസ് റെക്കോർഡും രാജ്യത്തിന് നൽകിയ സംഭാവനകളുമാണ് വേണ്ടത്. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, സ്പോട്ട്ലെസ് റെക്കോർഡ്, കറകളഞ്ഞ നമ്മുടെ റെക്കോർഡ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് PR അപേക്ഷിക്കാനുള്ള ഒരു സാധ്യത ഈ രാജ്യത്തുണ്ടാവും. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും UK വരണം, പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞാൽ, പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലില്ല. ഇവിടുത്തെ റിസോഴ്സും ഇവിടുത്തെ ഇൻഫ്ലേഷനും ഒക്കെ ഇപ്പോൾ കുറച്ച് കൂടുതലാണ്. അത് ഇവിടെ മാത്രമല്ല, കാനഡ, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങി പല രാജ്യങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിൽ കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷിതത്വ പ്രശ്നങ്ങൾ, തീവ്രവാദത്തിന്റെ ഉയർച്ച, അഭയാർത്ഥി പ്രതിഷേധങ്ങൾ ഇവയെല്ലാം സർക്കാരുകളെ കടുത്ത നിലപാടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ബ്രിട്ടനിലെ ഈ ആക്രമണം UK അതേ വഴി നയിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കരുതണം
എങ്കിലും നമ്മുടെ പരിശ്രമങ്ങൾ നമ്മൾ തുറന്നുകൊണ്ടിരിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മടി കാണിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമന്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നേരിട്ട് ഞങ്ങളോട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകാം. അതൊരു ടെലഗ്രാം ചാറ്റ് ലിങ്ക് ആണ്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സംശയങ്ങൾ UK-യിലും അയർലൻഡിലുമുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി മറ്റൊരു വിഷയമായി അടുത്തൊരു വീഡിയോയിൽ വരുന്നവനെ ജോജി സൈനിങ് ഓഫ് ഫ്രം ജോജീസ് മീഡിയ. നേരെ പറയൂ, അതും നേരിട്ട് പറയും. നന്ദി, നമസ്കാരം.